വിരുദ്ധനായ മാലിദ്വീപ് പ്രസിഡന്റിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇപ്പോൾ മാലിദ്വീപ് ജനത നൽകിയിരിക്കുന്നത്. മാലിദ്വീപിന്റെ തലസ്ഥാനമായ മാലയിലെ മേയർ തെരഞ്ഞെടുപ്പിൽ മൊയ്സുവിന്റെ പീപ്പിൾ നാഷണൽ കോൺഗ്രസ് ദയനീയമായാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. മുൻ പ്രസിഡന്റ് മുഹമ്മദ് സൊലിഹ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ അനുകൂല പാർട്ടിയായ മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ആദം അസീം ആണ് പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മാർച്ച് 15-നകം മാലിദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന മൊയ്സു ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പ് ഫലം ഭരണപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി മൊയ്സു ഒഴിഞ്ഞതോടെയാണ് മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നിരുന്നത്. 45% വോട്ട് നേടിയാണ് ഇന്ത്യൻ അനുകൂലിയായ ആദം തകർപ്പൻ വിജയം നേടിയിരിക്കുന്നത്. മൊയ്സുവിന്റെ PNC സ്ഥാനാർത്ഥിയായ അസീമ ഷക്കൂറിന് കേവലം 29% വോട്ട് നേടാനേ സാധിച്ചുള്ളൂ എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതിനിടെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയും ആകാംക്ഷയോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ഇന്ത്യക്ക് ചുറ്റും സൈനിക കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ചൈന ശ്രീലങ്കയ്ക്ക് ശേഷം നോട്ടമിട്ട രാജ്യമാണ് മാലിദ്വീപ്. എന്നാൽ ഇന്ത്യൻ അനുകൂല ഭരണകൂടങ്ങൾ ഉള്ളതിനാൽ മുൻപ് അത്തരമൊരു ശ്രമം ഫലം കണ്ടിരുന്നില്ല. പുതിയ പ്രസിഡന്റായി ചൈന അനുകൂലിയായ മുഹമ്മദ് മൊയ്സു അധികാരമേറ്റ ശേഷമാണ് വീണ്ടും മാലിദ്വീപിനെ ലക്ഷ്യമിട്ട് ചൈന നീക്കം തുടങ്ങിയിരുന്നത്. പതിവിൽ നിന്നും വിപരീതമായി ചരിത്രത്തിൽ ആദ്യമായി അധികാരമേറ്റെടുത്ത ശേഷം ആദ്യ യാത്ര ചൈനയിലേക്കാക്കിയ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്നെയാണ്. നിരവധി കരാറുകളാണ് ഈ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാലിദ്വീപ് മന്ത്രിസഭയിലെ അംഗങ്ങൾ അപമാനിച്ചതിന് ശേഷമാണ് ചൈന സന്ദർശനത്തിനായി മൊയ്സു പുറപ്പെട്ടിരുന്നത്. ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ വിവാദ പരാമർശം നടത്തിയ മന്ത്രിമാരെ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തെങ്കിലും മറ്റു തുടർ നടപടികളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലാകട്ടെ മാലിദ്വീപ് ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം ഇപ്പോഴും വളരെ ശക്തമാണ്. ഇന്ത്യൻ ജനത കൂട്ടത്തോടെയാണ് മാലിദ്വീപ് സന്ദർശനം റദ്ദാക്കിയിരിക്കുന്നത്. സെലിബ്രിറ്റികൾ ഉൾപ്പെടെയാണ് ബഹിഷ്കരണത്തിൽ പങ്കാളികളായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തെന്നിന്ത്യൻ സൂപ്പർ താരം നാഗാർജുനയാണ് മാലിദ്വീപ് സന്ദർശനം റദ്ദാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുകയും ചൈന ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് മാലിദ്വീപ് സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിന് പിന്നിലെ അജണ്ട എന്താണെന്നത് ഇതിനകം തന്നെ ഇന്ത്യക്കും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെ നീങ്ങാനാണ് ഇന്ത്യയും തീരുമാനിച്ചിരിക്കുന്നത്. മാലിദ്വീപിലെ ഇന്ത്യ വിരുദ്ധരായ ഭരണകൂടത്തിന്റെ താല്പര്യമല്ല അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ വിരുദ്ധ നിലപാടിന്റെ പേരിൽ മാത്രം നിലവിലെ ഭരണകൂടത്തിന് പുറത്തു പോകേണ്ടി വരും. മേയർ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചനയും അതുതന്നെയാണ്. മാലിദ്വീപിനെ ഒരു രാജ്യമായി ലോകത്ത് തന്നെ ആദ്യം അംഗീകരിച്ചത് ഇന്ത്യയാണ്. മുൻപ് കലാപകാരികൾ അട്ടിമറിക്ക് ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെടുത്തിയതും ജനകീയ സർക്കാരിനെ തിരികെ കൊണ്ടുവന്നതും ഇന്ത്യൻ സൈന്യം ഇടപെട്ടാണ്. 1988 നവംബർ 3-ന് ആരംഭിച്ച സൈനിക ഓപ്പറേഷനിലൂടെ അനവധി കലാപകാരികളെയാണ് അന്ന് ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊന്നിരുന്നത്. ശേഷിച്ചവർ ചെറുത്തു നിൽക്കാൻ കഴിയാതെ പലായനം ചെയ്യേണ്ടി വന്നതും ചരിത്രമാണ്. ഈ സംഭവം അയൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത എടുത്തുകാട്ടുന്നതാണ്. ഈ ചരിത്രം മറന്നാണ് ഇപ്പോഴത്തെ മാലിദ്വീപ് ഭരണകൂടം ഇന്ത്യൻ സൈന്യത്തോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യമാകട്ടെ മാലിദ്വീപിലെ വലിയ വിഭാഗം ജനങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ കടന്നുകയറ്റം അവർ ഉദ്ദേശിച്ച പോലെ നടപ്പാക്കുന്നതും എളുപ്പമല്ല. സൈനിക സഹായം മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും മാലിദ്വീപ് ഇന്നും ആശ്രയിക്കുന്നത് ഇന്ത്യയെയാണ്. ആരോഗ്യം, വ്യവസായം, ടൂറിസം, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ സഹായമില്ലാതെ ആ രാജ്യത്തിന് മുന്നോട്ടു പോകാൻ കഴിയുകയില്ല. ശ്രീലങ്ക മോഡലിൽ മാലിദ്വീപിലും പിടിമുറുക്കാൻ ചൈനക്ക് അവസരം ഒരുക്കിയാൽ അതോടെ മാലിദ്വീപിലെ മൊയ്സു ഭരണകൂടം തന്നെയാണ് അട്ടിമറിക്കപ്പെടുക. മുൻപ് ജനകീയ സർക്കാരിനെ നിലനിർത്താനാണ് ഇന്ത്യ സൈനിക ഇടപെടൽ നടത്തിയതെങ്കിൽ പുതിയ സാഹചര്യത്തിൽ ജനവിരുദ്ധരും ഇന്ത്യ വിരുദ്ധരുമായ സർക്കാരിനെ വീഴ്ത്താനാണ് ഇന്ത്യ നിർബന്ധിക്കപ്പെടുക. ഇതിനായി മാലിദ്വീപിലെ പ്രതിപക്ഷത്തെ ഇന്ത്യ സഹായിക്കുമോ എന്നാണ് നയതന്ത്ര വിദഗ്ധരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.